ഹായ്, ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് റോസ്റ്റാണ്. അതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് കൊഞ്ചിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് 30 മിനിറ്റ് അടച്ച് വെച്ച് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുക്കണം. അത് കഴിഞ്ഞ് പാൻ ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് മാഗ്നേറ്റ് ചെയ്ത പ്രോൺസ് എടുത്ത് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് റോസ്റ്റ് ഉണ്ടാക്കാനായി നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്നതെല്ലാം ചെറുതായിട്ട് അരിയണം. പിന്നെ ഒരു വലിയ തക്കാളിയും ഇതുപോലെ അരിയണം. നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്തതാണിത്. അത് കഴിഞ്ഞ് മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് ആദ്യം വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇടണം. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്യണം. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് വഴറ്റണം. അത് കഴിഞ്ഞ് പൊടികൾ ആഡ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 1 കപ്പ് വെള്ളം ആഡ് ചെയ്യണം. ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കൊഞ്ച് ഇതിലോട്ട് ആഡ് ചെയ്യണം. കുറച്ച് കറിവേപ്പില അതിൽ ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യണം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിക്കണം. അങ്ങനെ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.